ഹായ് ഗായ്സ്, ഇന്ന് മാർക്കറ്റിൽ നമുക്ക് വെളുക്കാനായിട്ട് ഒരുപാട് ക്രീംസ് അവൈലബിൾ ആണ് കേട്ടോ. അതുമാത്രമല്ല അതിന് ഒരുപാട് വില കൊടുക്കേണ്ടിയും വരും. അതുകൊണ്ട് തന്നെ അതെല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള കാര്യമല്ല. പക്ഷെ നമ്മൾ ഇന്ന് ചെയ്ത് കാണിക്കാൻ പോകുന്ന ഈ ഒരു ക്രീം എല്ലാവർക്കും ചെയ്ത് നോക്കാൻ പറ്റുന്ന രീതിക്കുള്ള ഒരു ക്രീമാണ് കേട്ടോ. എല്ലാവരുടെ വീട്ടിൽ കിട്ടുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു ക്രീം തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. അത് മാത്രമല്ല ഇത് എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും യൂസ്ഫുള്ളാണ്. എല്ലാവർക്കും ചെയ്ത് നോക്കാൻ പറ്റുന്ന രീതിക്കാണ് ഈ ഒരു ക്രീം നമ്മൾ തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിത് നാൾക്ക് നാൾ ഇത് ഉപയോഗിച്ച് വരുന്ന സമയത്ത് നമ്മുടെ സ്കിൻ ടോണ് ഇമ്പ്രൂവ് ആയിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ പിമ്പിൾസ് ഉണ്ടെങ്കിൽ പിമ്പിൾസ് റിമൂവ് ആയിട്ട് വരുന്നതായിട്ട് കാണാൻ പറ്റും. പിന്നെ ഓയിലി സ്കിൻ ടൈപ്പുകാരാണ് ഇത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഓയിലൊക്കെ നല്ല രീതിക്ക് കൺട്രോൾ ചെയ്ത് വരാനായിട്ടും നമുക്ക് ഈ ഒരു ക്രീം ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പം നമുക്ക് ഈ ഒരു ക്രീം നൈറ്റ് ടൈമിൽ ഉപയോഗിക്കാം. അതുപോലെ തന്നെ പകൽ സമയങ്ങളാണെങ്കിൽ ഇതൊരു ഫേസ് പാക്ക് പോലും ഉപയോഗിക്കാം. അപ്പോൾ രണ്ട് രീതിക്ക് നമ്മുടെ ഈ ഒരു ക്രീം ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അത്രയും സൂപ്പറായിട്ടുള്ള ഈ ഒരു ക്രീം എങ്ങനെ തയ്യാറാക്കി എടുത്തു എന്ന് നോക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ ആദ്യം കുറച്ച് അരി എടുത്ത് വെള്ളത്തിൽ അങ്ങ് കുതിർക്കാൻ വെക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 3 ടീസ്പൂണോളം അരി എടുത്തിട്ട് വെള്ളത്തിൽ നല്ല രീതിക്ക് കഴുകി കളഞ്ഞതിന് ശേഷം വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം അതിനകത്തേക്ക് വേറെ വെള്ളം ഒരു കപ്പോളം വെള്ളം അങ്ങ് ആഡ് ചെയ്തിട്ട് കുതിർക്കാനായിട്ട് സമയം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 3-4 മണിക്കൂർ നേരം കുതിർക്കാനായിട്ട് വെക്കുക കേട്ടോ. പിന്നെ അരി പറയുകയാണെങ്കിൽ നമുക്ക് ഏത് അരി വേണമെങ്കിലും എടുക്കാം. പച്ചരി എടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത് കേട്ടോ. പച്ചരി എടുക്കുമ്പോഴാണ് നമ്മുടെ സ്കിന്നിനെ നല്ല രീതിക്ക് ലൈറ്റൈൻ ചെയ്ത് കൊണ്ടുവരുന്നത് പച്ചരി തന്നെയാണ് കേട്ടോ. എല്ലാ അരി വെച്ച് നോക്കുമ്പോൾ എനിക്ക് പച്ചരിയാണ് കുറച്ചും കൂടി നല്ല റിസൾട്ട് തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് മാക്സിമം പച്ചരി എടുക്കാനായിട്ട് നോക്കുക. അതില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചോറ് വയ്ക്കുന്ന അരിയായാലും പ്രശ്നമല്ല. അപ്പോൾ അത് ഞാനിവിടെ ഒരു 3 ടീസ്പൂണോളം എടുത്ത് നല്ല രീതിക്ക് കഴുകി കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ഈ ഒരു കുതിർന്ന് വന്നിരിക്കുന്ന ഈ ഒരു അരിയിലേക്ക് നമ്മളൊരു കാര്യം കൂടി ചേർക്കുന്നുണ്ട്. അത് വേറെ ആരുമല്ല, നമ്മുടെ കടലമാവാണ് കേട്ടോ. ഗ്രാം ഫ്ലോർ, നമ്മുടെ കടലപ്പൊടിയില്ലേ, നമ്മൾ എന്താ പറയുക പക്കോടയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബജ്ജി ഉണ്ടാക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന കടലമാവില്ലേ, അത് തന്നെ കേട്ടോ. അത് ഞാനിവിടെ 2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3 ടീസ്പൂൺ അരിക്ക് നമ്മൾ 2 ടീസ്പൂൺ കടലമാവിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 1 കപ്പ് വെള്ളത്തിലാണ് നമ്മൾ അരി കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ 1 കപ്പ് വെള്ളം കുതിർത്ത അരിയിലേക്കാണ് നമ്മൾ ഈ ഒരു കടലപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിക്ക് അങ്ങ് മിക്സ് ആക്കുക. എന്നതിന് ശേഷം നമ്മളിതങ്ങ് മിക്സി ബൗളിനകത്തിട്ട് അടിച്ച് പേസ്റ്റാക്കി കൊണ്ടുവരണം. നമ്മുടെ അരി നല്ല രീതിക്ക് അരയത്തൊന്നുമില്ല, എന്നാലും നന്നായിട്ട് അരച്ച് നല്ല രീതിക്ക് നല്ല അരച്ച് കൊണ്ടുവരാം കേട്ടോ. എന്നതിന് ശേഷം നമ്മളിത് ഒരു അരിപ്പ് ഉപയോഗിച്ചിട്ട് അങ്ങ് ഫിൽറ്റർ ചെയ്ത് കൊണ്ടുവരാം. നമ്മൾ ചേർത്തിരിക്കുന്ന അരിയുടെ ആ ഒരു എക്സ്ട്രാക്റ്റും അതുപോലത്തെ കടലമാവിൻ്റെ ആ ഒരു കൂട്ടെല്ലാം കൂടി ചേർന്നിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു വാട്ടറാണ് ഈ കാണുന്ന ഈ ഒരു പാത്രത്തിനകത്ത് ഉള്ളത് കേട്ടോ. ബാക്കി വന്ന പിശുടെ നമുക്ക് കളയേണ്ട കാര്യമില്ല, നമുക്കത് ബോഡി സ്ക്രബ്ബറായിട്ട് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇത്രത്തോളം നമുക്ക് ആ ഒരു കൂട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്യാസ് ഓൺ ചെയ്തിട്ട് അതിന് മീതെ മീഡിയം ഫ്ലെയിമിൽ അങ്ങ് വെച്ച് കൊടുക്കണം. ഒരുപാട് ഹൈയിൽ അങ്ങ് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് കട്ടിയായി പോകും. അപ്പോൾ അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 5 മിനിറ്റ് മാത്രം മതിയാകും. നന്നായിട്ട് കൈ എടുക്കാതെ ഒന്ന് മിക്സാക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. മിക്സായി ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നോക്കുകയാണെങ്കിൽ നമുക്കിത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഒരു തിക്കായിട്ട്, ഒരുപാട് തിക്കുമല്ല എന്നാൽ ഒരുപാട് ലൂസും അല്ല, ഈ ഒരു കൺസിസ്റ്റൻസിയിലാക്കിയിട്ട് കൊണ്ടുവരാം. മിക്ക ആൾക്കാരും പറയുന്നത് ഇതുപോലത്തെ വീഡിയോ ഒക്കെ കണ്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫ്രിഡ്ജിൽ ആദ്യത്തെ 1-2 ദിവസമൊക്കെ നല്ല അടിപൊളി ആയിരിക്കാം, പിന്നീട് ഇതൊരു 4-5 ദിവസമൊക്കെ കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് കട്ടിയായി പോകുന്നു എന്നുള്ളൊരു കംപ്ലയിൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരല്പം നമ്മുടെ കയ്യിലേക്ക് വെച്ചിട്ട് നന്നായിട്ട് റബ്ബ് ചെയ്യാം. ഉള്ളം കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് റബ്ബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ കൈയിൻ്റെ ചുടിൽ തന്നെ ആ ഒരു കൂട്ട് നല്ല രീതിക്ക് നമുക്ക് ആ ഒരു ക്രീം പരിവായിട്ട് കിട്ടും. അത് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ആ രീതിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു പ്രശ്നം വരുന്നില്ല. ഇനി ഇതിനകത്തേക്ക് ഞാൻ സെയിൽ ചെയ്യുന്ന ഷംനൂസ് ഓർഗാനി ഹെർബൽ ബ്യൂട്ടിയുടെ നോർമൽ ആലോവേറ ജെല്ലാണ് ചേർക്കുന്നത്. അപ്പോൾ ഇത്തവണ ഞാൻ ആലോവേറയിലൊരു മാറ്റം വരുത്തിയിട്ടുണ്ട് കേട്ടോ. കാരണം എല്ലാവരും ഈ ഒരു ആലോവേറ എന്താ ഇങ്ങനെ കളർ ഇരിക്കുന്നത്, അപ്പോൾ ഞാൻ എല്ലാവരുടെ അടുത്തും പറഞ്ഞു മടുത്തു. ഞാൻ പറയുന്നുണ്ട് ഗ്രീൻ ടീയുടെ എക്സ്ട്രാക്ട് നമ്മൾ അധികം ചേർത്തുകൊണ്ടാണ് ആ ഒരു കളർ എന്നുള്ളത്. അപ്പോൾ ഞാൻ ഇത്തവണ ഗ്രീൻ ടീ ചേർക്കുന്ന സമയത്ത് കുറച്ചിട്ടാണ് ഞാൻ ചേർത്തിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് നമുക്ക് ആ ഒരു കളർ കണ്ടല്ലോ, രണ്ടിൻ്റെ ഡിഫറൻറ്റ് കണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഇത്തവണ ചെയ്യുമ്പോൾ കുറച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. കാരണം നമുക്ക് ഗ്രീൻ ടീ അത്രയും നല്ലതാണ് നമ്മുടെ ഫേസിലേക്ക്. പിമ്പിൾസ് പോകാനാണെങ്കിലും എല്ലാം കൊണ്ടും നല്ല രീതിക്ക് ഹൈഡ്രേഷൻ തരാനായിട്ടും സണ്ണിന്ന് പ്രൊട്ടക്ഷൻ തരാനായിട്ടൊക്കെ നമുക്ക് ഗ്രീൻ ടീ ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്തവണ ഞാൻ ചെയ്യുന്ന സമയത്ത് ഇനി ആ ഒരു കമൻറ്റ്സ് വേണ്ട. എല്ലാവരും ചോദിക്കാൻ തുടങ്ങുന്നത് എന്ത് പറ്റിയത്, അതിന് കളർ കേട് വന്നു പോയോ എന്നൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തവണ ചെയ്യുന്ന സമയത്ത് ഞാൻ കളർ കുറച്ചു കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് ഈ ഒരു കാണിക്കുന്നത് നമ്മുടെ പഴയൊരു ബോട്ടിലാണ്, നമ്മൾ നേരത്തെ കൊടുത്തിരിക്കുന്ന ഗ്രീൻ ടീയുടെ ജെല്ലിൻ്റെ കളറാണത്.
അപ്പോൾ ഈ ഒരു അലോവേറ ജെൽ നമ്മൾ 1 ടീസ്പൂണോളം ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കുക കേട്ടോ. അപ്പോൾ ഡ്രൈ സ്കിന്നുകാർ എനിക്ക് തോന്നുന്നു ഇത് നൈറ്റ് ക്രീമായിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് അവർക്ക് ചെറിയ രീതിക്കെങ്കിലും ഒരു വലിച്ചിലുണ്ടാക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് നിങ്ങളുടെ ഫേസിലേക്ക് സൂട്ടാവുന്ന ഏതെങ്കിലും ഒരു ഓയിൽ 1/4 ടീസ്പൂൺ അങ്ങ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഓയിലും ചേർത്ത് കൊടുക്കുക. അതുപോലെ നമുക്ക് എസെൻഷ്യൽ ഓയിൽ ഉണ്ടെങ്കിൽ അതെല്ലാം ഓപ്ഷനിലാണ്. പക്ഷേ ഡ്രൈ സ്കിന്നുകാർ മസ്റ്റായിട്ടും ഇതിനകത്തേക്ക് ഓയിൽ അല്ലെങ്കിൽ ഗ്ലിസറിൻ ചേർക്കാനായിട്ടൊന്ന് ശ്രദ്ധിക്കുക. കാരണം ആ ഒരു വെളിച്ചിലില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതെല്ലാം കൂടി അങ്ങ് മിക്സാക്കി കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു നൈറ്റ് ക്രീം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു നൈറ്റ് ക്രീം നമുക്ക് രാത്രി അപ്ലൈ ചെയ്യാം. രാത്രി കിടക്കുന്നതിന് മുന്നേ കൈ മുഖമൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുന്നു. പിറ്റേന്ന് രാവിലെയാണ് നമ്മളത് കഴുകി കളയുന്നത്. ഇനി പാക്കായിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പകൽ സമയങ്ങളിൽ ഉപയോഗിക്കാം. ഇത് നല്ല കട്ടിക്ക് അപ്ലൈ ചെയ്തിട്ട് ഒരു 20-25 മിനിറ്റോളം നമ്മളതങ്ങ് വെറുതെ അങ്ങ് വിടാം. നന്നായിട്ട് ഉണങ്ങി വന്നതിന് ശേഷം നമുക്കിതങ്ങ് വാഷ് ചെയ്ത് കളയാം. അപ്പോൾ ഗൈസ് തീർച്ചയായിട്ടും എല്ലാവർക്കും ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇത് ഡ്രൈ സ്കിന്നുകാർ ഒന്ന് ശ്രദ്ധിക്കുക. ഇതിനകത്തേക്ക് നിങ്ങളുടെ സ്കിന്ന് വെളിച്ചിലില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഓയിൽസോ അല്ലെങ്കിൽ ഗ്ലിസറിനോ ആഡ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ഈ രീതിക്ക് നിങ്ങൾ ചെയ്തു വരാണെന്നുണ്ടെങ്കിൽ നാൾക്ക് നാൾ നിങ്ങളുടെ സ്കിൻ ടോൺ ഇമ്പ്രൂവ് ആയിട്ട് വരുന്നതായിട്ട് കാണാൻ പറ്റും. മാത്രമല്ല പിമ്പിൾസിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ അതെല്ലാം ക്ലിയർ ആയിട്ട് സ്കിൻ നല്ല ബ്രൈറ്റൻ ആൻഡ് ഗ്ലോയിങ് ആയിട്ട് വരുന്നതായിട്ട് നിങ്ങൾക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും ഗൈസ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നിങ്ങൾക്കുണ്ടായിട്ടുള്ള മാറ്റം താഴെ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി ഒരു പുതിയ വെറൈറ്റി വീഡിയോയുമായി വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ ഫ്രം ഷംന.